വെൽക്കം ടു എസ് കെ എഡ്യൂക്കേഷൻ വേൾഡ്. ഞാൻ നിങ്ങൾക്കിന്ന് ക്ലാസ് 10th ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റ് ദ ഫ്രെയിംസ് എന്ന യൂണിറ്റിലെ പ്രോജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററാണ് ഇന്ന് മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. അതായത് സത്യജിത് റായ് എന്ന് പറഞ്ഞ ഫേമസ് ഡയറക്ടർ എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. അദ്ദേഹം ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരു ടൈഗർ ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതായത് ടൈഗർ ആയിരുന്നു ഒരു ക്യാരക്ടറായിട്ട് ആ സിനിമയിലുള്ളത്. ആ ടൈഗറിനും ആ ഷൂട്ടിങ്ങിനെയും പറ്റിയിട്ടുള്ള വിവരണങ്ങളാണ് ഈ ആർട്ടിക്കിളിൽ, ഈ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിളിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ചാപ്റ്ററിലേക്ക് കിടക്കാം. No one can beat the Hollywood when it comes to making films with animals in them. I remember films in my childhood, and there were quite a few of them that had an Alsatian called Rin Tin Tin. This dog's acting was more impressive than a human's. Later we go to see 3 or 4 other films with a collie called Lassie. It seemed that the director could make Lassie do just about anything. These trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. Their owners could easily make as much as 100,000 rupees from just one film. ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. മൃഗങ്ങളുള്ള സിനിമകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഹോളിവുഡിനെ വെല്ലാൻ ആർക്കുമാകില്ല. അതായത് ഹോളിവുഡ് ഫിലിംസിൽ മോസ്റ്റ് ഓഫ് ദ ഫിലിംസിലും നമ്മൾ ആനിമൽസിനെയാണ് യൂസ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ സത്യജിത് റായ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ റിൻ ടിൻ ടിൻ എന്ന അൾസേഷ്യൻ ഒരു ഡോഗിൻ്റെ പേരാണ് അൾസേഷ്യൻ എന്ന് പറയുന്നത്. അൾസേഷ്യൻ നായ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന സിനിമകൾ അദ്ദേഹം ഓർക്കുകയാണ്. ആകപ്പാടെ അത്തരം ഏതാനും കുറച്ച് അങ്ങനത്തെ ഡോഗിൽ അഭിനയിച്ച വളരെ കുറച്ച് സിനിമകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു മനുഷ്യൻ്റെതേക്കാൾ ഹൃദയഹാരിയായിരുന്നു ഈ നായയുടെ അഭിനയം. അതായത് ഒരു ഹ്യൂമൻ അഭിനയിക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ടായിരുന്നു ആ നായ ആ സിനിമയിൽ അഭിനയിച്ചത്. പിന്നീട് ലാസി എന്ന ഒരു കോളിയുടെ 3-4 ചിത്രങ്ങൾ ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. സംവിധായകന് ലാസിയെ കൊണ്ട് എന്തും ചെയ്യിക്കാൻ കഴിഞ്ഞിരുന്നത് പോലെ തോന്നി. ഈ പരിശീലിക്കപ്പെട്ട നായ്ക്കൾ പേരുകേട്ട താരങ്ങളായിരുന്നതിൻ്റെ കാരണം അവയുടെ സ്വന്തം കഴിവും പ്രയത്നവും ആയിരുന്നു. അതായത് നായ എങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നു, അത് കാണുമ്പോൾ സത്യജിത് റായ്ക്ക് എന്തൊക്കെ തോന്നുന്നു എന്നാണ് ഈ പാരഗ്രാഫ് പറയുന്നത്. ഈ പരിശീലിക്കപ്പെട്ട നായ്ക്കൾ പേരുകേട്ട താരങ്ങളായതിൻ്റെ കാരണം, അതായത് അത്രയും വലിയ ഫേമസ് ആവാനുള്ള കാരണം അവരുടെ സ്വന്തം കഴിവ് കൊണ്ടും അവരുടെ പ്രയത്നം കൊണ്ടും ആയിരുന്നു എന്നാണ് സത്യജിത് റായ് പറയുന്നത്. അവ സമ്പാദിച്ചിരുന്ന പണം ഒരു യഥാർത്ഥ സിനിമാ താരത്തിൻ്റെതിനേക്കാൾ കുറവായിരുന്നില്ല. അതായത് ഒരു ഡിഫറൻസും ഹ്യൂമൻ അഭിനയിക്കുമ്പോഴും ഈ ആനിമൽസ് അഭിനയിക്കുമ്പോഴും ഒരു ഡിഫറൻസും ഇല്ലായിരുന്നു. അവയുടെ ഉടമസ്ഥർക്ക്, അതിൻ്റെ ഓണേഴ്സിന് വെറും ഒരു സിനിമയിൽ നിന്ന് 1,00,000 രൂപയോളം തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് ആ ഓണേഴ്സ് അഭിനയിക്കാതെ തന്നെ ആ സിനിമയിൽ ആ നായ്ക്കളുടെ അഭിനയം കണ്ടിട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അത്രയേറെ എമൗണ്ടും ആസ് ഫീ ആയിട്ടും അതിന് കിട്ടിക്കൊണ്ടിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. I realized how reverently these animals actors were treated when I happened to see the shooting of the film 20 years ago in Disney Studio in Hollywood. The main characters in this film was a large dog. I reached the studio to find that shooting had not yet started. The cameraman was getting the lights ready. It is customary for actors to be present when the lights are arranged, for they have to show the cameraman how they will walk or where they will stand in a particular shot. In the case of very famous stars, this job is done by the stand-ins. A stand-in is usually a person who is physically similar to the real star. The stars themselves arrive only when the lights are ready and it is time to take a shot. ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ച് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സിനിമയുടെ ചിത്രീകരണം കാണാനിടയായപ്പോഴാണ് ഈ മൃഗ അഭിനേതാക്കളോട് എത്ര ആദരവോടുകൂടിയാണ് ആളുകൾ പെരുമാറുന്നതെന്ന് ആ സത്യജിത് റായ് മനസ്സിലാക്കിയത്. ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഒരു വലിയ നായായിരുന്നു. ഞാൻ സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ചിത്രീകരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്ന് പറയുന്നത് ഇവിടെ സത്യജിത് റായിനെയാണ്.
ഫോട്ടോഗ്രാഫർ ലൈറ്റുകൾ ഒരുക്കുകയായിരുന്നു. ഒരു പ്രത്യേക ഷോട്ടിൽ തങ്ങൾ എങ്ങനെയാണ് നടക്കുക അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് നിൽക്കുക എന്ന് ഫോട്ടോഗ്രാഫറെ കാണിച്ചു കൊടുക്കുന്നതിനായി ലൈറ്റുകൾ ക്രമീകരിക്കുന്ന സമയത്ത് അഭിനേതാക്കൾ ഹാജരാവുക പതിവായിരുന്നു. വളരെ പ്രശസ്തരായ ചില താരങ്ങളുടെ കാര്യത്തിൽ ഈ ജോലി അവരുടെ ഡ്യൂപ്പുകളാണ് നിർവഹിച്ചിരിക്കുന്നത്. ഡ്യൂപ്പ് സാധാരണയായി യഥാർത്ഥ താരത്തോട് ശാരീരികമായ സാദൃശ്യമുള്ള ഒരാൾ ആയിരിക്കും. ലൈറ്റുകൾ തയ്യാറായി ഷൂട്ട് എടുക്കാനാകുമ്പോഴാണ് താരങ്ങൾ എത്തുക. കുറച്ച് വേർഡ്സിൻ്റെ മീനിങ്സ് ശ്രദ്ധിക്കണം. ബീറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് കൊടുക്കുന്നുണ്ട്. ബീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തോൽപ്പിക്കുക എന്നാണ്. ഒരാളെ തോൽപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ആനിമൽസ് ആ ഹ്യൂമൻസിനേക്കാൾ അതിഭയാനകമായി അടിപൊളിയായിട്ട് അഭിനയിച്ചു. പിന്നെ ഇംപ്രസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മനസ്സിൽ പതിയുന്ന രീതിയിൽ, ഒരാൾക്ക് ഒരു അഡ്മിറേഷൻ, ഒരാൾക്ക് നല്ലതെന്ന് തോന്നിക്കുന്ന രീതിയിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. കോളി എന്ന് പറയുന്നത് ഒരിടം നായയാണ്, ഒരു ഡോഗിൻ്റെ ഒരു സ്പീഷീസാണ്. പിന്നെ റെവറൻലി, ആദരവോടുകൂടി. കസ്റ്റമറി, പതിവുള്ള, സാധാരണമായ. ഓക്കെ, സ്റ്റാൻഡ് ഇൻ അല്ലെങ്കിൽ ഡ്യൂപ്പ് എന്നാണ് പറയുക, അതായത് പകരക്കാരൻ, ഡ്യൂപ്പ്. നെക്സ്റ്റ് പാരഗ്രാഫ്. Here in Disney studio, I noticed that a few actors were moving about in the set, and on the one side, standing quietly, was the protagonist, the same large dog. The cameraman shouted to everyone to take their position, but the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? അപ്പോൾ അങ്ങനെ ഈ ഡിസ്നി സ്റ്റുഡിയോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കുറേ ആക്ടേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹം കണ്ടു. അപ്പോൾ ഒരരികിൽ ഒരു സൈഡിലായിട്ട് ആ ഫിലിമിലെ ഏറ്റവും മെയിൻ ക്യാരക്ടർ, മുഖ്യ കഥാപാത്രമായ ഒരു വലിയ നായ അവിടെ ഭയങ്കര സൈലൻ്റായിട്ട് ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. സ്വന്തം സ്ഥാനങ്ങളിൽ നിൽക്കാൻ എല്ലാവരോടും ഫോട്ടോഗ്രാഫർ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ആ നായ അവിടെ തന്നെ നിന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്, ഈ സത്യജിത് റായിന് ഒരു ഡൗട്ട് അടിച്ചു. ഇനി ഈ നായ ആ ഒരു ഷോട്ടിൽ, ആ ഫിലിമിൻ്റെ ആ ഷോട്ടിൽ ഇപ്പോൾ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ സൈലൻ്റായിട്ടൊരു ഭാഗത്തേ നിൽക്കുന്ന. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഫോട്ടോഗ്രാഫർ വിളിച്ച് പറയുമ്പോൾ എല്ലാവരും അവരുടെ സ്ഥാനത്ത് പോയി നിൽക്കുന്നുണ്ട്. ബട്ട് ഈ നായ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു ഡൗട്ട് അടിച്ചു. Before I could ask someone, a strange thing happened. From nowhere appeared a little dwarf, followed by another man carrying a hairy dog skin. Then, to my perfect amazement, the dwarf went down on the all four on a chalk mark on the floor, just like an animal, and the dog skin was draped over him. Then he crawled from one mark to another, and the cameraman got busy with the lights. It finally dawned upon me that a dwarf was paid to be the dog stand-in. അപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ പെട്ടെന്നൊരു ഭയങ്കര സംഭവം നടന്നു. അതായത് ഒരു സർപ്രൈസിങ് തിങ്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ നിന്നൊരു ഡ്വാഫ് എന്ന് പറഞ്ഞാൽ എന്താ? കുള്ളൻ, അതായത് ഹൈറ്റ് ഇല്ലാത്ത ഷോർട്ട് മാനെയാണ് ഡ്വാഫ് എന്ന് പറയും. അദ്ദേഹം എവിടുന്നോ നിന്ന് വന്നു. ഒരു രോമമുള്ള നായയുടെ തോലുമായിട്ടാണ് വേറൊരാൾ അദ്ദേഹത്തിൻ്റെ ഫോളോ ചെയ്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഒരു നായയുടെ രോമമുള്ള ഒരു സാധനമായിട്ട് ഒരാൾ വന്നു. പിന്നീട് അദ്ദേഹത്തിന്, സത്യജിത് റായിന് ശരിക്കും ഞെട്ടിച്ചൊരു കാര്യമാണ് അവിടെ ഉണ്ടായത്. എന്തായിരുന്നു? തറയിൽ ചോക്ക് കൊണ്ട് ഒരു അടയാളത്തിൽ ആ കുള്ളൻ വെറും ഒരു മൃഗത്തെ പോലെ 4 കാലിൽ നിന്നു. ഒരു 4 കാലിലെ ആനിമൽസാണ് നിൽക്കുക. അതേപോലെ ആ ഡ്വാഫ് മാനും നിന്നു. നായേക്കാൾ അയാളുടെ മേൽ പൊതിയപ്പെട്ടു. അതായത് നായയുടെ തോല് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ആനിമൽ സ്കിന്ന്, അതായത് നായേൻ്റെ തോല്, അത് അദ്ദേഹത്തിൻ്റെ മേലിൽ പൊതിയപ്പെട്ടു കവേർഡ് ചെയ്യുക. നെക്സ്റ്റ് പിന്നെന്ത് സംഭവിച്ചു? അതിനുശേഷം അയാൾ ഒരു അടയാളത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അതായത് ശരിക്കും നായേൻ്റെ അടക്കം ഡ്യൂപ്പ് സ്റ്റാൻഡിൻസ് അവിടെ ഉണ്ട് എന്നർത്ഥം. അതായത് അത്രയും ഹോളിവുഡ് ഫിലിംസ് ആനിമൽസിന് അത്രയും കെയർ ചെയ്യുന്നുണ്ട് എന്നാണ്. ഫോട്ടോഗ്രാഫർ ലൈറ്റുകളുടെ കാര്യത്തിൽ വ്യാപൃതനായി, അങ്ങനെ വെച്ചാൽ ഭയങ്കര കൺഫ്യൂസ്ഡ് അല്ല, കുറച്ചും കൂടി ബിസിയായി. ഇദ്ദേഹം മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് തന്നെ ക്യാമറയുടെ ലൈറ്റ് മൂവ് ചെയ്യണമല്ലോ. അപ്പോൾ ക്യാമറമാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക.
അപ്പം അവസാനമാണ്, അറ്റ് ദ എൻഡാണ് സത്യജിത് റായിന് എന്ത് മനസ്സിലായത്, ഒരു കാര്യം മനസ്സിലായത്. എന്ത്? ആ നായയുടെ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലേ ഈ ഫിലിമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നായ അഭിനയിക്കുന്നുണ്ടെന്ന്, ആ നായയുടെ പോലും ഡ്യൂപ്പുണ്ട്. ആ ഡ്യൂപ്പാണ് ഈ ഡ്വാഫ് മാൻ, ഈ സ്റ്റാൻഡിൻ, ഈ കുള്ളനായി വന്ന അയാൾ നായൻ്റെ ഡ്യൂപ്പാണ്. ആ നായൻ്റെ ഡ്യൂപ്പാകുമ്പോൾ നായനെ പോലെ ആയിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ആ നായൻ്റെ തോലൊക്കെ റെഡിമെയ്ഡ് മാനുഫാക്ചേർഡ് തോലൊക്കെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ മുകളിൽ വെച്ച് അദ്ദേഹം ഒരു നായയെ പോലെ അഭിനയിക്കുക. ഈ സ്റ്റാൻഡിന് പോലും പൈസ, ബലം കൊടുക്കുന്നുണ്ട്, അതായത് ഒരു എമൗണ്ട് റെമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സത്യജിത് റായിന് വളരെയധികം ഈ ഫിലിമുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹം വൺ ഓഫ് ദ ഫേമസ് ഡയറക്ടറാണ്, ഇന്ത്യസ് മോസ്റ്റ് ഫേമസ് ഫിലിം ഡയറക്ടർ, പ്രൊഡ്യൂസർ, സ്ക്രീൻ റൈറ്റർ, മ്യൂസിക് കമ്പോസർ, ലിറിസിസ്റ്റ് ആൻഡ് കാലിഗ്രാഫർ, ഇല്ലസ്ട്രേറ്റർ, അങ്ങനെ കുറേ അധികം മോഡൽ ഫീൽഡിൽ അത്രയും വർക്ക് ചെയ്യുന്ന ഒരാളാണ് സത്യജിത് റായ്. അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് ടൈഗർ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിളിൻ്റെ ഒരു ഷോർട്ട് ഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പിന്നെ 2 പാരഗ്രാഫ് 3-4 പാരഗ്രാഫ് ഞാൻ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ